Okay. Once inside, Hari leaned forward to thank the person who had helped him. അപ്പൊ ഹരി എന്ത് ചെയ്തു? മുന്നോട്ട് കുനിഞ്ഞു നിന്നിട്ട് നമ്മുടെ തന്നെ സഹായിച്ച ആളോട് ഒരു താങ്ക് യു പറയാൻ വേണ്ടി നോക്കി. Once inside, Hari leaned forward to thank the person who had helped him. But what did he see? പക്ഷെ അവൻ എന്താ കണ്ടത്? What did he see? Nothing. The car moved on and there was no one at the steering wheel. നോക്കുന്ന സമയത്ത് കാർ മൂവ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? പക്ഷേ there is no one in the steering seat. സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യാൻ അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിൽ ആളില്ലാതെയാണ് നമ്മുടെ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Now Hari was scared. At that time, Hari became scared. He looked through the window. അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. In the dim glow of starlight in the dim light, അവൻ എന്താ കണ്ടത്? He saw that the car was nearing a curve. Curve means what? വളവാണ് അല്ലേ? Curve means വളവ്. C-U-R-V-E curve. You know, നിങ്ങൾക്കറിയാമോ how the curves in the hills are? വലിയ മലകൾക്ക് മുകളിലെ curves എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയോ? You know how is that? Okay. You know how the curves in the hills are, don't you? നിങ്ങൾക്ക് അറിയില്ല? You miss an inch and you will drop down the steep sides. എന്താ ചെയ്യാ? മുകളിൽ നിന്ന് ആ സൈഡിൽ നിന്ന് സംഭവിക്കും. ഒറ്റൊരു ഇഞ്ച് മാറിയാൽ മതി അല്ലേ? അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അതിലെ കൂടി ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിട്ട്. കാരണം എന്താ? ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ എന്ത് പോകാം? അങ്ങ് താഴെ കിടക്കാം curvesലൂടെ. Okay then. Hari was terrified. Out of the blue, a hand entered the car through the window and moved the steering wheel. നോക്ക്, out of the blue, a hand entered the car through the window and moved the steering wheel. ഇത് നോക്കുന്ന സമയത്ത് എന്താ കണ്ടതെന്ന് അറിയോ? A hand entered the car through the window. ആ വിൻഡോയിലെ കൂടി ഒരു ഹാൻഡ്, ഒരാളുടെ കൈ എവിടത്തേക്ക് വന്നു? എൻറ്റർ ചെയ്തു അല്ലെ? ഒരാളുടെ കൈ അതിലേക്ക് എൻറ്റർ ചെയ്തു. ആൻഡ് മൂവ് ദ സ്റ്റിയറിംഗ് വീൽ. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റിയറിംഗ് വീല് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്റ്റിയറിംഗ് വീൽ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? നമ്മുടെ വിൻഡോയിലേക്ക് കൂടി വന്ന് ഏതോ മനുഷ്യന്റെ ഒരു കൈ മാത്രമാണ് ഇവന് കാണാൻ പറ്റുന്നത്. പുറകിലിരിക്കുന്ന ഇവൻ എന്താ കാണാൻ പറ്റുന്നത്? നമ്മുടെ വിൻഡോയിലൂടെ വന്ന സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരു കൈ മാത്രമാണ്, ഒരു ഹാൻഡ് മാത്രമാണ്. നോബഡി, ഓൺലി ഹാൻഡ്. ആരുമില്ല, സ്റ്റിയറിംഗ് സീറ്റിൽ ആരുമില്ല, പുറത്തും ആരും കാണുന്നില്ല, ഒരു കൈ മാത്രമേ കാണുന്നുള്ളൂ. ഓൺലി എ ഹാൻഡ്. Can you imagine how Harry felt? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങള് ഒരു വണ്ടിയിൽ പോവാണ്, സ്റ്റിയറിംഗ് സീറ്റിൽ ആരുമില്ലാതെ ഒരു കൈ മാത്രം സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? We became scared. പേടിയാകുമല്ലേ നമുക്ക് നന്നായിട്ട്? പാവം നമ്മുടെ ഹരി അല്ലേ? നോക്ക്, the car moved slowly. Hari was stuck to his seat in fear. കാർ മെല്ലെ മൂവ് ചെയ്ത് പോണ്ട്. Slowly, it moved very slowly. Hari was stuck to his seat in fear. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ എന്താവും? സ്റ്റക്ക് ആവും അല്ലെ? അനങ്ങാതിരിക്കും. ഹരി എന്ത് ചെയ്തു? പേടിച്ചു വെറിച്ച് അനങ്ങാതിരുന്നു. He was stuck in his seat by fear. Every time there was a bend, he noticed the hand come through the window and turn the steering wheel. നോക്ക്, every time, എല്ലാ സമയത്തും there was a bend. Bend means എന്താ? Bend എന്താ? വളവ് അല്ലെങ്കിൽ തിരിവാണല്ലേ bend. There was a bend. He noticed the hand come through the window. അപ്പൊ നോക്ക്, എപ്പോഴൊക്കെയാണ് ഈ വിൻഡോയിലൂടെ കൈ വരുന്നത്? എവിടേക്കാണ് ബെൻഡ് വരുന്നത് അല്ലെ? സ്ട്രെയിറ്റ് റോഡ് അല്ലാതെ എവിടേക്കാണ് ബെൻഡ്, വളവും തിരിവൊക്കെ വരുന്നത്? ആ സമയത്ത് നമ്മുടെ ഹാൻഡ് വന്ന് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ തിരിച്ച് വണ്ടി നേരെ മൂവ് ചെയ്യിപ്പിക്കും. Hari was stuck to his seat in fear. Every time there was a bend, he noticed the hand come through the window and turn the steering wheel. Steering wheel turn ചെയ്യും. Next paragraph. കുഞ്ഞു സ്റ്റോറിയാണ്, മിസ് അത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Suddenly, what do you mean by suddenly? Suddenly, പെട്ടെന്ന് Hari saw a light flickering down the road. ഹരി എന്താ കണ്ടത്?
he saw a light flickering on the road. അല്ലേ? റോഡിന്റെ സൈഡിൽ ഒരു ലൈറ്റ്, ഒരു വെളിച്ചം കണ്ടു. Taking courage, ധൈര്യം സംഭരിച്ചിട്ട്. Courage means ധൈര്യം. Courage means what? ധൈര്യം. Taking courage, he jumped out of the car and ran towards the light. ഹരി എന്ത് ചെയ്തു? ഒരു വെളിച്ചം കണ്ട ഉടനെ സർവ്വധൈര്യം സംഭരിച്ചിട്ട് കാറിന്റെ പുറത്തേക്ക് തുള്ളി. He jumped out of the car and ran towards the light. എന്നിട്ട് എന്ത് ചെയ്തു? എങ്ങോട്ടേക്കാ ഓടിയത്? He ran towards the light. അല്ലേ? വെളിച്ചം കണ്ടത് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് അവൻ ഓടിപ്പോയി. Suddenly, Harry saw a light flickering down the road. Taking courage, he jumped out of the car and ran towards the light. It was a small tea shop by the roadside. What was that light, Shamvil? It was a small tea shop by the roadside. അല്ലേ? വഴിയരികിൽ ഉണ്ടാകുന്ന ചെറിയ ചായക്കടയായിരുന്നു അത്. It was a small tea shop by the roadside. Shaking and shivering. അപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞു അല്ലേ, അവൻ നനഞ്ഞ് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. Shaking and shivering, Harry narrated the horrible experience that he had just been through. എന്ത് ചെയ്തു? ചായക്കടക്കാരനോട് എന്താ പറഞ്ഞത്? He narrated his horrible experience. അല്ലെ? എന്താ horrible experience? തണുത്ത് വിറച്ചുകൊണ്ട് അവൻ ആ ചായക്കടക്കാരനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടല്ലേ, ഞാൻ ഈ മലകളൊക്കെ കാണാൻ വന്നതായിരുന്നു. പിന്നെന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക? ആ സമയത്ത് എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി, ഞാനൊരു കാറ് വരുന്നത് കണ്ടു, ഞാൻ കാറിൽ ഓടിക്കയറി. കാറിലെ സ്റ്റിയറിംഗ് സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല അല്ലെ, ഒരു ഹാൻഡ് മാത്രമായിരുന്നു. എന്നിട്ടോ the people in the tea shop were shocked. ടീ ഷോപ്പിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. the people in that tea shop became scared and they were shocked. അത് കേട്ട സമയത്ത് ഷോക്ക് ആയിപ്പോയി. the people in the tea shop were shocked. As they were talking, the slow moving car approached the tea shop. അങ്ങനെ അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ, as they were talking, the slow moving car, മെല്ലെ ഇഴഞ്ഞഴിഞ്ഞു വരുന്ന, മെല്ലെ മൂവ് ചെയ്തിരുന്ന ആ കാർ എന്ത് ചെയ്തു? the slow moving car approached the tea shop. എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തു? എങ്ങോട്ടേക്ക് പോയി? ആ ടീ ഷോപ്പിലേക്ക് പോയി. it stopped. ടീ ഷോപ്പ് എത്തുന്ന സമയത്ത് the car stopped. two men, രണ്ടാൾക്കാര്, wet and tired, നനഞ്ഞു കുതിർന്നിട്ടുണ്ട്, നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. walked into the tea shop. എന്നിട്ട് എന്ത് ചെയ്തു? എങ്ങോട്ടേക്ക് നടന്നു പോയി ദേവാഞ്ജന? ടീ ഷോപ്പിലേക്ക് നടന്നുപോയി. okay. one man pointed as Harry and said to the other man. എന്നിട്ട് നമ്മുടെ ഹരിയില്ലേ, ഹരി അവിടെ കേറിയിട്ടില്ലേ പേടിച്ചിട്ട്, ഹരിനെ ചൂണ്ടിട്ട് ഒരാൾ പറയാണേ, രണ്ട് വന്ന ആൾക്കാരില്, look, നോക്കൂ, that is the man who got into our car when we were pushing it along. പറയാണേ, നോക്ക്, ഹരിനെ ചൂണ്ടി പറയണു, that is the man who got into our car. ആ മനുഷ്യനാണ് നമ്മുടെ കാറില്, നമ്മൾ പുറകിൽ നിന്ന് നമ്മുടെ കാറ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാടി ഓടി കാറിന്റെ ഉള്ളിൽ കയറിയത് എന്ന്. മനസ്സിലായോ എന്തെങ്കിലും? ആ രണ്ടാൾക്കാരുടെ കാറും ബ്രേക്ക് ഡൗൺ ആയിരുന്നു അല്ലെ, അവരും പുറകിൽ നിന്ന് തള്ളി 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 മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. മെല്ലെ സ്പീഡിൽ ഉന്താൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്നിട്ട് മെല്ലെ കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ ആര് കേറിയത്? ഹരി ഓടി കേറിയത്. അവര് പുറകിൽ നിന്ന് ഉന്തി വരുന്ന സമയത്ത് അവര് തിരിക്കല്ലേ സ്റ്റിയറിംഗ് വീല്. ആളെ കാണാൻ പറ്റുമോ പുറകിൽ നിന്ന് വണ്ടി നമ്മുടെ കാറ് പുഷ് ചെയ്യുന്ന സമയത്ത്? നോ. ഹൗ ഇസ് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ സ്റ്റോറി? ഹൗ ഇസ് ഇറ്റ്? ശ്രീദേവിനൊന്നും മനസ്സിലായില്ലടോ, മനസ്സിലായില്ലേ? Can you follow me? Yes. It was very funny, അല്ലേ? Okay, Bin. Teacher, yes. Make the sentence with these words. എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. Okay. Story മനസ്സിലായോ? Yes. Then who will read the remaining portion? Nihale. Nihal. Okay, start.
Start to read. Read. Once inside, Harry leaned forward to thank the person who had helped him. But what did he see? Noting the car moved on and there was no one at the steering wheel. Now Harry was scared. He looked through the window. In the dim glow of starlight, he saw the car was nearing a curve. You know how the curves in the hills are, don't you? You miss an inch and you will drop down the steep sides. Okay, that's enough. Ebin Biju, read the remaining. Suddenly, Harry saw a light broken down the road. No. He Page number 13 starting. Harry was terrified. Harry saw a light breaking down the road. മോനെ നമ്മൾ അവിടെ വരെ വായിച്ചെത്തിയില്ല. Harry was terrified. ഇവിടെ കണ്ടോ? ശ്രീദേവി വായിച്ചേ മോനെ. Harry was terrified. Out of the blue, a hand entered the car through the window and moved the steering wheel. Nobody, only a hand. Can you imagine how Harry felt? So the car moved slowly. Harry was stuck to his seat. He felt every time there was a bend. He noticed the hand come through the window and turn the steering wheel. Okay, that's it. Devandana next. നമ്മുടെ എബിന് കുറച്ച് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് മോനെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കുവേ. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജന സ്റ്റാർട്ട്. Suddenly Harry saw a light flickering down the road. Taking courage, he jumped out of the car and ran towards the light. It was a small tea shop by the roadside. Shaking and shivering, Harry narrated the horrible experience. A horrible experience that he had just been through. The people in the tea shop were shocked as they were talking. The slow-moving car approached the tea shop. It stopped. Down mean
wet and dried, walked into the tea shop. One man pointed at Harry and said to the other man, "Look, that is the man who got into our car when we were passing it along." Pushing it along. Okay. Fun to learn, read and write. Can you see this? This one. First one. Filling the blanks. A. Filling the blanks. Harry was going from dash to dash. Right. Who will tell the answer? Harry was going from. Parne answer hai Ashin. Okay. Mumbai to Pune. Very good. Right. From Mumbai to Pune. From Mumbai to Pune. From Mumbai to Pune. From Mumbai to Pune. And which is the next question? Harry's car dash on the way. Harry's car dash on the way. Harry's car broke down. Broke down. And third one. It was dash and dash all around. It was dash and dash all around. It was വേഗം ടെക്സ്റ്റ് ബുക്ക് വായിക്കാനാണ് വന്നത്. It was dark and eerie all around, right? It was dark and eerie all around. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാൻ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ടേ? It was dark and eerie all around. Next one. The car which Harry jumped into had dash at the steering wheel. Nobody or no one? Right, no one in the steering wheel. The car which Harry jumped into had dash at the steering wheel. Steering wheel ആരെങ്കിലും ഉണ്ടായിരുന്നോ? There were no one in the steering wheel. Next, fifth one. Harry was stuck to his seat in Harry was stuck to his seat in fear. Fear. And last one. The two men who came to the tea shop were dash the car. അവർ എന്ത് ചെയ്യായിരുന്നു കാറ്? ശ്രീദേവേ അടിവേണ ഒഴപ്പുന്നുണ്ടാ? എന്ത് ചെയ്യായിരുന്നു? പുഷിംഗ്. വെരി ഗുഡ്. The two men who came to the tea shop were pushing the car. ഇനി ആ സെന്റൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കി മക്കളെ.
First one, Hari was going from Mumbai to Pune. Hari മുംബൈയിൽ നിന്നും പൂനെക്ക് പോവുകയായിരുന്നു അല്ലേ? Hari was going from Mumbai to Pune. Second one, Hari's car broke down on the way. വഴിയിൽ വെച്ച് എന്തായി ഹരിയുടെ കാറിന്? It was broke down. Hari's car was broke down. Third one, it was dash and dash all around. Textbook il nokka. Second paragraph. It was dark and eerie. Eerie means what? Eerie means scary. It was dark and eerie all around. And which is the next question? The car which Hari jumped into had no one at the steering wheel. Steering wheel aarum undairunnalle. There were no one in the steering wheel. Fifth one, Hari was stuck to his seat in fear. Last നമ്മൾ പറഞ്ഞില്ലേ പേടിച്ചിട്ട് സീറ്റിൽ സ്റ്റക്ക് ആയി ഇരുന്നു പോയി. Next one, the two men who came to see the tea shop were pushing the car. നമ്മുടെ ടീ ഷോപ്പിൽ വന്ന രണ്ട് ആൾക്കാർ ആരായിരുന്നു? നമ്മുടെ കാറ് പുഷ് ചെയ്ത ആൾക്കാരായിരുന്നില്ലേ? Okay. You have to read this textbook, read this lesson minimum 3 times. Okay. 3 പ്രാവശ്യമെങ്കിലും ഈ ടെക്സ്റ്റ് നമ്മുടെ ഈ ലെസൺ വായിച്ചിരിക്കണം. Okay. Devendra, do you want to say anything? Miss, parents ന്റെ ഒപ്പ് വേണോ? വേണ്ട. Okay, shall we wind up the class? Goodbye. See you in the next class.